നമസ്കാരം, എല്ലാവർക്കും സിറാജ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാളി ഉപാസകരായിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെടുത്തവരും അല്ലെങ്കിൽ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുക. ഒരുപാട് പേര് കാളി ഉപാസന എടുത്തിട്ട് അല്ലെങ്കിൽ ദേശാത്തിൻ്റെ ഉപാസനയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോ ദിവസവും കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അവസാനം നിങ്ങൾക്ക് വിജയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉപാസന കറക്റ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളി ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നവളും ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവളാണ് ഭദ്രകാളി എന്ന് പറയാം, അമ്മ. അപ്പോൾ അമ്മയുടെ ഉപാസന എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, അമ്മ നമ്മുടെ ചുറ്റും 1000 ശത്രുക്കളെ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ദാരുകന്മാരെ തന്നെ നമുക്ക് ചുറ്റും വിടുന്നതാണ്. നമുക്ക് ചീത്തപ്പേര്, കുടുംബകലഹം, എല്ലാത്തിലും നമ്മൾ അമ്മ വിഷമിപ്പിക്കും. നമ്മുടെ മുൻജന്മ പാപങ്ങൾ അമ്മ നമ്മളിൽ നിന്ന് കഴുകി കളയുന്നതാണ്. അമ്മ കൂടെ ഉണ്ടെന്ന് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും 100,000 പ്രശ്നങ്ങൾ നമുക്ക് ഉപാസന ഘട്ടത്തിലുണ്ടാവും. അതിലൊക്കെ അമ്മ നമ്മളെ സംരക്ഷിച്ച് കൂടെ നിർത്തും. അവസാന വിജയം നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരും. ഉപാസന എടുത്തവർ പകുതി പേര് നിർത്തിപ്പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷിക്കും. ലാസ്റ്റ് അവസാന നിമിഷത്തിൽ അമ്മ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്നതാണ്. നമ്മൾ ഉപാസന അമ്മേനെ വിട്ടുപോയിരിക്കുക, അമ്മയെന്ന് അങ്ങ് വിളിക്കുക. അപ്പോൾ ഉപാസന എടുക്കുന്നവരാരും ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പരീക്ഷണം കൂടുതലായിരിക്കും. നമ്മൾ ലാസ്റ്റ് ചീത്തപ്പേര്, കുടുംബകലം, അങ്ങനെയുള്ള രോഗായ ദുരിതങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. എന്നാലും എത്ര കാട്ടുതീ വന്നാലും അമ്മ നമ്മളതിനകത്തുനിന്ന് സംരക്ഷണം നിർത്തും. ഇതാണ് കാളി ഉപാസനയുടെ പൊതുവായിട്ടുള്ള കാര്യം. അപ്പോൾ ഉപാസന എടുക്കുന്നവരാണെങ്കിലും ഉപാസന എടുത്തവരാണെങ്കിലും ഇത് മനസ്സിലാക്കി അമ്മേനെ കൂടുതൽ വിളിക്കുക. എത്രത്തോളം അമ്മേനെ വിളിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അമ്മ തന്നെയല്ല, ഏത് മൂർത്തികളാണെങ്കിലും പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് രക്ഷപ്പെടുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഉപാസന എടുക്കുന്ന അവൻ ആ കർമ്മീനെ നോക്കുക, അവൻ ഭദ്രകാളി ഉപാസകനാണ്, അവന് പെട്ടെന്ന് നമുക്കെന്താ കിട്ടുക, നമ്മുടെ ഉപാസന കറക്റ്റല്ല. അതുകൊണ്ടല്ല, നമ്മുടെ മുൻജന്മ പാപങ്ങളും നമ്മുടെ മനസ്സിനെ, മാനസിക ബലത്തെ കൂട്ടിക്കൊണ്ടുവരാണ് അമ്മ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലേക്ക് 1000 ദാരുകങ്കരന്മാർ അല്ലെങ്കിൽ 1000 ശത്രുക്കളെ ഇടുന്നു, ഒരുപാട് കഷ്ടതകൾ ഇടുന്നു. നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് അമ്മ ചെയ്യുന്നത്. ഒരിക്കലും അമ്മ നമ്മളെ കഷ്ടപ്പെടുന്നതല്ല. നമ്മളെ ആ കഷ്ടപ്പാടിൽ നിന്ന്, ആ കഷ്ടപ്പാടിനെ തന്നെ നമ്മളുടെ മനസ്സിലൊരു ബലമാക്കി ചവിട്ടുപടിയായിട്ട് മുന്നോട്ട് കയറി പോവുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അമ്മ അത്ര ഇത് തരുന്നത്. നമ്മുടെ മുമ്പിലേക്ക് ഇത് മാത്രമല്ല, ഇതിനും വലിയ പ്രശ്നങ്ങൾ വരാം. അതിനെയൊക്കെ തരണം ചെയ്ത് അമ്മേനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപാസന എടുത്തവർ ആരും നിർത്തി പോകണ്ട. അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദുരിതങ്ങൾ വരിക. ഓക്കെ, ഒന്നാമത്തെ കേസ്. ഒരുപാട് പേരിങ്ങനെ ഞാൻ ഉപാസന എടുത്തിട്ട് ഒരു ഗുണമില്ല, ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതം മാത്രമേ ഉള്ളൂ. ആ കഷ്ടപ്പാടും ദുരിതത്തിൽ നിന്ന് അമ്മേനെ അടിയുറച്ച് വിശ്വസിക്കാൻ നമ്മുടെ എല്ലാ ദുരിതങ്ങളും നമ്മൾ അതിനകത്ത് ചവിട്ടിപ്പിടി അതിനെ നമ്മൾ ഇങ്ങനെ നിർത്തിയാൽ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ചുറ്റും കറങ്ങുന്ന ആ ദോഷങ്ങളെ അല്ലെങ്കിൽ ആ ശത്രുക്കളെ അല്ലെങ്കിൽ എന്താ പറയുക, ആ നമ്മുടെ ദുഷ്ടകർമ്മങ്ങളെ എല്ലാം നമ്മൾ ചുറ്റും കിടന്ന് കറങ്ങുന്നതിനെ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് അമ്മ നമ്മളിലേക്ക് കൊണ്ടുവരണം. അതിനെ ഒരു ചവിട്ടുപടിയായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണം നമ്മുടെ ഉപാസനയിലേക്ക് കാലെടുത്ത് വെക്കാൻ. ആ ഘട്ടത്തിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇതുണ്ടാവുള്ളൂ. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കാം നമ്മുടെ ഉപാസന ക്രമങ്ങളൊക്കെ പോവാം. അപ്പോൾ ഉപാസന എന്താണെന്നും ഉപാസന എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ മുന്നിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കാണുക. അപ്പോൾ നമുക്ക് കുറഞ്ഞതൊരു 41 ദിവസം നമ്മൾ കണക്കാക്കാം. കാലത്തും വൈകുന്നേരം കറക്റ്റായിട്ട് ദേവിയുടെ മന്ത്രങ്ങൾ ഒന്നെങ്കിൽ മലയാള മന്ത്രങ്ങളോ അല്ലെങ്കിൽ സംസ്കൃത മന്ത്രങ്ങളോ ജപിക്കുക. സംസ്കൃത മന്ത്രങ്ങളാകുമ്പോൾ ഋഷി ഛന്ദസ്സൊക്കെ ഉണ്ട്. മലയാള മന്ത്രത്തിന് ഋഷി ഛന്ദസ്സൊന്നുമില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് യുക്തിയുള്ളത് ഏത് വേണമെങ്കിലും എടുക്കുക, ജപിക്കുക. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മ ഏതിലും പ്രസാദിക്കും. അമ്മയ്ക്ക് ഇന്ന മന്ത്രമൊന്നും ഒന്നുമില്ല. സംസ്കൃതത്തിൽ വിളിച്ചാലും ഇംഗ്ലീഷിൽ വിളിച്ചാലും മലയാളത്തിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കുന്നത് ഒരാൾ തന്നെയാണ് അമ്മ. നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദിയിൽ അമ്മ എന്ന് വിളിക്കണോ, മാം എന്ന് വിളിക്കണോ, മാം എന്ന് വിളിക്കണോ, ഇംഗ്ലീഷിൽ മമ്മിന്ന് വിളിക്കണോ, മലയാളത്തിൽ അമ്മ എന്ന് വിളിക്കണോ, ഇതെല്ലാം കേൾക്കണം നമ്മുടെ അമ്മേനെ തന്നെയല്ല, നമ്മുടെ അമ്മേനെ തന്നെ വിളിക്കണം. യാതൊരു വിഷയമില്ല, ഏതൊരു വിധത്താലും കുഴപ്പമില്ല. ഓക്കെ.
അപ്പോൾ അബദ്ധങ്ങളെ ഒന്ന് ചടയുക. ഉപാസനയെ കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. വീഡിയോസിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കി നിങ്ങളുടെ ദശാസന്ധി അനുസരിച്ച് നിങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തനതായുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നമുക്ക് കുത്തൊഴിഞ്ഞ് കിടക്കുന്ന ജീവിതം നമുക്ക് കുത്തുറപ്പാക്കി എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ചെറിയൊരു ഇടവേളകളൊക്കെ കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്തേ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കൊണ്ടിട്ട് ഭയങ്കര സൗഹൃദം ഭദ്രകാളിയാണ്.